എങ്ങനെ ഇനി ഓണത്തിന് വരെ ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കുമെന്ന് എനിക്ക് ഇവരുടെ ഈ മുഖവും ഇവരുടെ ഈ പറച്ചിലും കേട്ടിട്ട് വിട്ടേച്ച് പോകാനും പറ്റുന്നില്ല. അമ്മേ, ദൈവം ഇത് കാണുന്നുണ്ട്. ഇതുപോലെ ഷെഡിൽ അപ്പുറത്ത് കിടക്കുക, അതും ഒടിഞ്ഞ് വീഴാറായി ചരിഞ്ഞ ഒരു ഷെഡിലാണ് ഈ 3 പേരൂടെ കിടക്കുന്നത്. ഇത് ഹാളാണ്. അമ്മയ്ക്കും ഇവർക്കൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കാണാനും ആരെങ്കിലും അതിഥികൾ വന്നാൽ ഇരിക്കാനും ഒക്കെ ഉള്ള ഇടമാണ്. അടുത്തത് ഒരു ബെഡ്റൂമാണ്. ഇതിൽ ആർക്കും ഈ മുറി കൊടുക്കണമെന്ന് തീരുമാനിച്ചില്ല. സിന്ധു പറയുന്നത് സിന്ധുവിന് വേണമെന്ന്, സ്വപ്ന പറയുന്നത് സ്വപ്നയ്ക്ക് വേണമെന്ന് പറഞ്ഞേക്കാം. ഈ മുറി ഒരു കഥെങ്കിലും ഒരു കഥക്, ഒരു ജനലെങ്കിൽ ഒരു ജനക, ഇച്ചിരി വയറെങ്കിൽ വയറ്, എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണം. ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്താൻ എന്തെങ്കിലും. ഈ ഓണമല്ലേ വരുന്ന, അനന്ത് മനസ്സിലാക്കണം. നല്ല ഒരു പാ പോലും ഇല്ല. അവരുടെ അവസ്ഥ ഏതാണ്? ദയവായി ഞാൻ കാല് പിടിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളൊന്ന് സഹായിക്കണം. അവർക്ക് ഈ പ്രാവശ്യം ഈ വീട് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞാനും അവർക്കൊപ്പം ഓണം ആഘോഷിക്കാതെ അവർക്കൊപ്പം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. നമസ്കാരം. ചില മനുഷ്യർ ദൈവത്തെ പോലെ കടന്നു വരും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ ഈ അമ്മയ്ക്കും 2 സഹോദരിമാർക്കും ഇടയിലേക്ക് ദൈവത്തെ പോലെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ നിൽക്കുന്നത്, ശിവകുമാർ. അമ്മയ്ക്ക് ഭർത്താവില്ല, ഈ 2 പെമ്മക്കളും വിവാഹം കഴിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ചെറ്റക്കുടിലായിരുന്നു ഇവർ 3 പേരും കഴിഞ്ഞിരുന്നത്. അവർക്കിടയിലേക്കാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു പൊതുപ്രവർത്തനം എത്തുന്നത്. അവർക്ക് മനോഹരമായൊരു വീട് പണിത് കൊടുത്തു. ഏകദേശം 7 ലക്ഷത്തിലധികം രൂപയായി അല്ലേ? ശിവകുമാർ ഒത്തിരി പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർ നേരിട്ടാണ് ചെയ്യുന്നത്. കാരണം പണിക്കാർ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരനൊക്കെ നേരിട്ടിറങ്ങിയാണ് വീട് പണിയുന്നത്. പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്താണ് ഇവിടെ എത്തിയത്. ഇനി ഈ വീടിന് കതകിടണം, ജനൽ വേണം. ഒരു ചേട്ടൻ വയറിങ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വയറിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങണം. കുറച്ച് ടൈല് പണിയും കൂടെ അടുക്കളയിലൊക്കെ ഉണ്ട്, പെയിൻറ്റിങ്, അങ്ങനെ കൊച്ചു കൊച്ചു പണികൾ ഒരുപാടുണ്ട്. കടം വാങ്ങാവുന്നിടത്തുനിന്നെല്ലാം വാങ്ങിയിട്ടാണ് ഈ ഒരു വീട് പണി ഇത്രയും എത്തിച്ചത്. ഒരുപാട് പണികൾ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഈ ആരോരും ഇല്ലാത്ത ഈ 3 മനുഷ്യജന്മങ്ങളെ ഒന്ന് സഹായിക്കണമെന്നാണ് താഴ്മയായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നമുക്ക് എന്തായാലും ഈ വീട് നിർമ്മാണം തുടങ്ങിയതിനെക്കുറിച്ചും ഇവിടെ ഒരു പഴയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഈ നെടുവത്തൂർ പോലെ പ്രബുദ്ധരായ ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയും മനുഷ്യരിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഇടപെട്ടുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ വീട് ഏതാണ്ട് 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് പ്ലംബിങ്, വയറിങ്, ജനല്, കതവ്, അത്യാവശ്യം ഫർണിച്ചർ സാധനങ്ങൾ വേണം. ഒരു നല്ല പാത്രം പോലും ഇല്ല. അവർക്ക് ആഹാരം കഴിക്കാൻ നല്ലൊരു പാത്രം പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഒരു കസേര പോലും ഇവരുടെ വീട്ടിൽ വന്നാൽ ഇരിക്കാൻ കൊടുക്കാനില്ല. അങ്ങനെ അതിദയനീയമായ അവസ്ഥയിലാണ് ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ സഹോദരിയെ കൈവിട്ടേച്ച് പോകാൻ പറ്റില്ല. ഈ അമ്മയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കടന്ന് വരുമ്പോഴല്ല എന്നെ പ്രതീക്ഷിച്ച് ഞാനാണ് അവർക്കുള്ളത്, നിങ്ങൾക്ക് തുണയായി കൂട്ടായുള്ള ഞാനാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. എനിക്ക് അവരെ കളഞ്ഞിട്ട് പോകാൻ കഴിയില്ല. എൻ്റെ സഹോദരിമാരാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വരെ കൂടും. സിന്ധുവിനോട് ഞാനായിട്ട് എപ്പോഴും വഴക്ക് വരെ കൂടും. സ്വപ്ന ചേച്ചിയോട് സംസാരിക്കും. അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന, ഞങ്ങളെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരെ വിട്ടേച്ച് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു ഡൈനിങ്, ഒരു അടുക്കള, ബാത്റൂം ഉൾപ്പെടെ അതിമനോഹരമായൊരു വീടിൻ്റെ നിർമ്മാണം ഏതാണ്ട് 75-80% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓണത്തിനെങ്കിലും എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ ഈ ചോർന്നൊലിക്കുന്ന ഷെഡിലാണ് ആഹാരം വെച്ച് പാല് കാച്ചാത്ത വീട്ടിലൊരു കാരണവശാലും അകത്ത് കയറി തീ കത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കഴിയുന്നില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം ഇവരെ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറ്റാനും പറ്റാത്ത അവസ്ഥ. കടകളിലെല്ലാം പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കടമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴും കടയിൽ പൈസ കൊടുക്കാണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അപ്പുറം ഒരു കഥ വിട്ട് ഒരു അടുപ്പിട്ടവരെ അങ്ങ് അകത്ത് കയറ്റാൻ കഴിയില്ല. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് അടച്ചുറപ്പ് വേണം. എല്ലാ ജനലും വിടണം, വയറിങ്ങും എല്ലാം ചെയ്യണം, പ്ലംബിങ് ചെയ്യണം. ഈ അമ്മയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അമ്മ ഇരിക്കും. അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ മുട്ടയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനേ അവർ കഴിയുള്ളൂ. എങ്ങനെയെങ്കിലും ആളുകളുടെ കൈയും കാലും പിടിക്കുകയാണ്. ഞാൻ ഓരോരുത്തരുടെ അടുത്തും പോയി കെഞ്ചി ചോദിക്കുകയാണ്, എങ്ങനെയെങ്കിലും സഹായിക്കണം. ഒരു കഥെങ്കിലും ഒരു കഥക്, ഒരു ജനലെങ്കിൽ ഒരു ജനക, ഇച്ചിരി വയറെങ്കിൽ വയറ്, എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണം. ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്താൻ. മലയാളികൾ ആഘോഷിക്കുന്ന ഓണമല്ലേ വരുന്നത്, ഇവർക്കുമുണ്ട് ഓണം. ചേച്ചിയായ സ്വപ്ന ചേച്ചി, ഈ അമ്മയും ഓണത്തിന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് സഹായിക്കണം. എൻ്റെ കൈക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. എൻ്റെ സാമ്പത്തികമായ 43,000 രൂപ, ബാക്കി എല്ലാ പൈസയും 1-2 ആളുകൾ ഇച്ചിരി സാധന സാമഗ്രികളായി തന്ന് സഹായിച്ചതല്ലാതെ എല്ലാം സ്വന്തമായി കണ്ടെത്തേണ്ടി വന്നു. വലിയ സാമ്പത്തിക ബാധ്യത അതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. എങ്ങനെയെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒന്ന് സഹായിച്ച് ഈ കുടുംബത്തെ ഓണത്തിന് ഇതിനകത്ത് ഇനിയുള്ളത് ഒരു 2-3 ലക്ഷം രൂപയുടെ സാമ്പത്തികമായ ബാധ്യത ഇതിനകത്ത് ഇനിയും ബാലൻസ് നിൽക്കും. ദയവായി ഞാൻ കാല് പിടിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളൊന്ന് സഹായിക്കണം. ഇതുപോലെ ടാർപ്പ മറച്ച്, ഇതുപോലെ ചീനിക്കമ്പ് കൊണ്ട് മറച്ച ഒരു ഷെഡിൽ, അതിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയും കാണിക്കാം. ഇതുപോലെ ഷെഡിൽ അപ്പുറത്ത് കിടക്കുക, അതും ഒടിഞ്ഞ് വീഴാറായി ചരിഞ്ഞ ഒരു ഷെഡിലാണ് ഈ 3 പേരൂടെ കിടക്കുന്നത്. ഇവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരു 10-15 പട്ടിയെ വളർത്തുന്നുണ്ട്. ഞാൻ ഈ പട്ടി വളർത്തുന്നതിന് വഴക്ക് പറയും. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ വേറെ മാർഗ്ഗമില്ല, സഹായിക്കാൻ ആരുമില്ല. ഈ പട്ടികളാണ് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. അവർ സുരക്ഷിതമായി ഒന്ന് ഉറങ്ങണമെങ്കിൽ ഈ പട്ടികളാണ് വെളിയിൽ കാവലുള്ളത്. അങ്ങനെയാണ് അവർ ഉറങ്ങുന്നത്. അവർക്ക് ഈ പ്രാവശ്യം ഈ വീട് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ
ഇല്ലെങ്കിൽ ഞാനും അവർക്കൊപ്പം ഓണം ആഘോഷിക്കാതെ അവർക്കൊപ്പം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. എങ്ങനെ ഇനി ഓണത്തിന് ഇവരെ ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കുമെന്ന് എനിക്ക് ഇവരുടെ ഈ മുഖവും ഇവരുടെ ഈ പറച്ചിലും കേട്ടിട്ട് വിട്ടേച്ച് പോകാനും പറ്റുന്നില്ല. ഏതാണ്ട് 7.5 ലക്ഷം രൂപയോളം ഈ വീടിൻ്റെ നിർമ്മാണം, 600 ചില്ലാനും സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. 2 ബെഡ്റൂമും 1 ഹാളും അടുക്കളയും ഡൈനിങ്ങും ബാത്റൂമും ഉൾപ്പെടുന്ന 600 ചില്ലാനും സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. ഇത് ഹാളാണ്. അമ്മയ്ക്കും ഇവർക്കൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കാണാനും ആരെങ്കിലും അതിഥികൾ വന്നാൽ ഇരിക്കാനും ഒക്കെ ഉള്ള ഇടമാണ്. അടുത്തത് ഒരു ബെഡ്റൂമാണ്. ഇതിൽ ആർക്കും ഈ മുറി കൊടുക്കണമെന്ന് തീരുമാനിച്ചില്ല. സിന്ധു പറയുന്നത് സിന്ധുവിന് വേണമെന്ന്, സ്വപ്ന പറയുന്നത് സ്വപ്നയ്ക്ക് വേണമെന്ന് പറഞ്ഞേക്കാം ഈ മുറി. ഇതൊരു ബെഡ്റൂമാണ്. ഇത് അടുത്തത് വീണ്ടും അതെന്തായാലും അമ്മയ്ക്കാണ്. ഇത് അമ്മയ്ക്ക് ഇട്ട് അലോഡ് ചെയ്തേക്കുന്ന മുറിയാണ്. ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതവർക്ക് അത്യാവശ്യം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു മുറി. അടുത്ത അടുക്കളയാണ്. ബാക്കി ഇതിനകത്ത് ടൈലടിയിലും ഇച്ചിരി ജോലികൾ ബാലൻസ് ഉണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇവർ കിടക്കുന്ന കണ്ടല്ലേ, ഇങ്ങനെ ഒരു നല്ല പാ പോലും അവർക്കില്ല. കണ്ടോ, അനന്ത് മനസ്സിലാക്കണം, നല്ല ഒരു പാ പോലും ഇല്ല. അവരുടെ അവസ്ഥ ഏതാണ് ഇത് കണ്ടോ, അവരുടെ അവസ്ഥ കണ്ടോ. നിങ്ങളിത് ഇത്രയും വലിയൊരു വീട് ആഗ്രഹിച്ചിരുന്നോ, ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പൈസയായിട്ട് സഹായിച്ചില്ലെങ്കിലും വേണ്ടി പൈസയായിട്ട് ഒരു കഥവ് നല്ല ഫ്രണ്ടിലിടാൻ ഒരു കഥ ആരെങ്കിലും തന്ന് സഹായിച്ചാൽ അത്, ഒരു ജനൽ തന്നാൽ അത്, ഇച്ചിരി വയറിങ്ങിന്റെ സാധനം എടുത്ത് തന്നാൽ അത്, ഇനി പെയിന്റിങ് ബാലൻസ് ഉള്ള അത്, എങ്ങനെയായാലും സാധന സാമഗ്രികളായി തന്നാലും മതി. ഓണത്തിന് ഈ പാവത്തുങ്ങളെ ഇതിനകത്ത് കയറ്റി, എൻ്റെ ഈ അമ്മയും 2 പെൺ സഹോദരങ്ങളെയും ഇതിനകത്ത് കയറ്റി താമസിപ്പിക്കുവാൻ ഒരു 100 രൂപയെങ്കിൽ 100 രൂപ തന്ന് സഹായിച്ചാൽ ഈ കുടുംബത്തെ നമുക്കൊന്ന് ചേർത്ത് നിർത്തുവാൻ കഴിയും. എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ച് പറയുന്നത്. എൻ്റെ മുമ്പിൽ കടം മേടിക്കാൻ ഇനി മാർഗമില്ല. അതാണ് അവസ്ഥ. അമ്മ ഓണത്തിന് മുമ്പ് എങ്ങനെങ്കിലും അവർ വെച്ച് തരും കേട്ടോ, ബാക്കി പണി പൂർത്തിയാക്കി തരും കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. ഇത് കാണുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് കേട്ടോ, നിങ്ങളെ കൈവിടത്തില്ല. അമ്മയും ഈ 2 ചേച്ചിമാരെയും സഹോദരിമാരെയും കൈവിടത്തില്ല കേട്ടോ. പിന്നെ ശിവകുമാർ ഉണ്ടല്ലോ, ദൈവത്തെ പോലെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എത്ര ലക്ഷം രൂപ ചെലവഴിച്ചാൽ നമുക്ക് ഇത്രയും വീട് വെച്ച് തന്നെ അറിയത്തില്ലയോ. എന്നും അത് വേണം കേട്ടോ. നമുക്കല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് തരുമായിരുന്നോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ, ശിവകുമാറും ഒരുപാട് സുഹൃത്തുക്കളുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അപ്പം നിങ്ങളാരും കൈവിടല്ലേ എന്നാണ് എനിക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്. ചെറുമാനാകപ്പാടെ താമസിക്കുന്ന 2 വീട്ടിലാണ്, 2 മുറിയുള്ള ഒരു വീട്ടിലാണ്. ഞങ്ങൾ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളൊന്നുമല്ല. അങ്ങനെ കിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളുടെ മനസ്സിന് തോന്നി. അങ്ങനെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഇത് തുടങ്ങുമ്പോഴത്തേന് ഞങ്ങളുടെ ഈ 10 പൈസ പോലും ഉണ്ടായിരുന്നില്ല. ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി ഇവർക്ക് ഓണത്തിന് മുമ്പ് കയറി ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളൊരവസ്ഥയാണ്.